students, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. സോ യെസ്, ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും, വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും. നിങ്ങളുടെ സമയം അത്രയും വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. കാരണം നീറ്റിന് വളരെയധികം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾ പ്രോപ്പറായിട്ട് അത്യധികം എന്താ പറയുന്നത്, അതുപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. സോ ബേസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരുപാട് ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ വന്നിരിക്കുന്നത്. സോ ആ പഠിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ഒരുപാട് ഫേക്ക് ന്യൂസസ് നമ്മളിലോട്ട് എത്തുന്നുണ്ട്. ഇന്ന് കുറച്ച് നേരം മുമ്പേ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മാം നീറ്റിൻ്റെ എക്സാം മാറ്റി വയ്ക്കുവാണോ, നീറ്റ് പോസ്റ്റ്പോൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ടു, എനിക്ക് കുറച്ച് പേര് ഫോർവേഡ് ചെയ്തതാണ്. അപ്പം ഞാൻ നോക്കിയപ്പം അതുപോലെ തന്നെ വേറെയും കുറേ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ ചാനലിൽ നോക്കിയപ്പം ഇതുപോലുള്ള കുറേ കമൻസും ഞാൻ കണ്ടു. സോ ബേസിക്കലി നീറ്റ് എക്സാം പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടില്ല. പോസ്റ്റ്പോണ്ട് ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ല. ഓക്കെ, സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% പറയാൻ സാധ്യതയില്ല. May 7th എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ May 7th തന്നെ നടന്നിരിക്കും. കാരണം ഒന്നാമത്തെ റീസൺ നമുക്കറിയാം, കഴിഞ്ഞ ഒരു സീസണിൽ 30K 40K പെർ ഡേ കൊറോണ കേസസ്, കോവിഡ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് നീറ്റ് എക്സാം നടത്തിയിട്ടുള്ളതാണ്. സോ അതുപോലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സെനാരിയോ ഒന്നും അല്ല ഇപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നീറ്റ് എക്സാം പ്രോപ്പറായിട്ട് പറഞ്ഞ ദിവസം തന്നെ നടക്കും. ഓക്കെ, ആൻഡ് ഇതുപോലെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഫേക്ക് ന്യൂസ് നിങ്ങളിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ നേരെ NTAയുടെ സൈറ്റിൽ പോവാം. ഓക്കെ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും ട്രൂ. ബാക്കി NTAയുടെ എന്താ പറയുന്നത് ഇതുള്ള ലേബലുള്ള നോട്ടീസസ് അങ്ങനെ ഒരുപാട് ഞാൻ കണ്ടു. എനിക്ക് ഒരുപാട് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്ത് തന്നെ കണ്ടു കഴിഞ്ഞാലും വിശ്വസിക്കരുത്, അത് ട്രൂ അല്ല. എന്ത് തന്നെ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ, നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും വന്നിട്ടുണ്ടെങ്കിൽ NTAയുടെ സൈറ്റിൽ പോവുക. സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി NTAയുടെ സൈറ്റിലെങ്കിൽ പോലും ഏത് അപ്ഡേഷൻ ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് തന്നെ നിങ്ങളിലോട്ട് ആ ഒരു ഇൻഫർമേഷനായിട്ട് ഞങ്ങൾ എത്തിയിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ. ഇതുപോലുള്ള ഫേക്ക് ന്യൂസസ് ഒന്നും വിശ്വസിച്ചിട്ട് പഠിക്കാതിരിക്കരുത്. അത്യധികം പരിശ്രമിക്കുക. പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ അതിൻ്റെ ഒരു അടിപൊളിയായിട്ട് നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലോ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. വേറെ ഒരു പ്രശ്നമില്ല. അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അപ്പം കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസും അതുപോലെ ടെലഗ്രാമിൽ ഒരുപാട് ഡോക്യുമെൻസും എല്ലാം വരുന്നുണ്ട്. സോ ടെലഗ്രാം പോയി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫേക്ക് ന്യൂസസ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വരുന്ന റീസെൻ്റ് ആയിട്ട് വരുന്ന വീഡിയോസിന് കമൻറ്റായിട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ടെലഗ്രാമിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, മാം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കേട്ടു ശരിയാണോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീസെൻറ്റ് വീഡിയോസിന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടെലഗ്രാമിൽ അതിനുള്ള സൊല്യൂഷനായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ യെസ്, സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.